ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും ഒരു ചികിത്സാ പിഴവിൻ്റെ കേസാണ് കേട്ടോ പറയാൻ പോകുന്നത്. കോന്നി മെഡിക്കൽ കോളേജിലാണ്. പക്ഷേ ഈ ചികിത്സാ പിഴവ് നമുക്ക് ഓൾറെഡി അറിയാം. അവർ ചികിത്സാ പിഴവെന്ന് പറഞ്ഞാലും സൂപ്രണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇത് നിഷേധിക്കും. നവംബർ 15 തൻസീർ എന്ന് പറയുന്ന കുട്ടിക്ക് വലത് കൈക്ക് ഒരു ഒടിവ് വരികയും ആ ഒടിവിന് ശേഷം അന്ന് തന്നെ കോന്നി മെഡിക്കൽ കോളേജിൽ സർജറി നടത്തുകയും പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് മുറിവും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുട്ടീനെ വീട്ടിൽ വിടുന്നത്. പക്ഷേ ഈ കമ്പിയാണ് ഇട്ടിരുന്നത്. ആൾ അത്രയുള്ള ആൾ ടൈപ്പൊന്നുമല്ല, കുറച്ച് മെലിഞ്ഞുള്ള ആളാണ്. അപ്പം കമ്പി ഇടുന്ന പുറത്തേക്ക് കാണാമായിരുന്നു. കുറച്ച് പ്ലാസ്റ്റർ എടുക്കാനായിട്ട് പിന്നീട് പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത് കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു സർജറി ചെയ്താൽ മാത്രമേ ഇനി അതൊരു ശരിയായി വരത്തുള്ളൂ. വീണ്ടും സർജറി ചെയ്യുക. 2.5 മാസത്തിന് ശേഷം വീണ്ടും ഒരു സർജറി ചെയ്യാന്ന് പറഞ്ഞാൽ ആ കുട്ടി ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സൂപ്രണ്ടിൻ്റെ വിശദീകരണം എന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കാം, എക്സ്റേയിലൊന്നും കണ്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പിഴവ് നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നത്. അവരവരുടെ സൈഡ് ശരിയാക്കാനേ ശ്രമിക്കത്തുള്ളൂ. പക്ഷേ കുട്ടി അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആ കുട്ടിയുടെ കൈ നമ്മൾ ശരിക്കും കാണുമ്പം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത് ചികിത്സാ പിഴവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരത് ഓക്കെ, ഞങ്ങളുടെ ചികിത്സാ പിഴവാണ്, ഞങ്ങൾ ഇതിനുള്ളൊരു ഇത് സൊല്യൂഷൻ കണ്ടെത്താമെന്ന് അറ്റ്ലീസ്റ്റ് അവർക്കൊരു ഇത് കൊടുക്കുക എന്നുള്ളതാണ്. വണ്ടാനം മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഒരു ചികിത്സാ പിഴവാണെങ്കിൽ കൂടിയും ആ ഒരു വാർത്തയായതിനു ശേഷമാണ് അവരെന്തെങ്കിലും ചെയ്യാമെന്ന് തീരുമാനിക്കുക. അതേപോലെ തന്നെ ഇത് വാർത്തയായതിനു ശേഷം ഇവർ ആ ഒരു സംഭവം ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കതിൽ എന്താ പറയുക, പേടിയും കാര്യങ്ങളൊക്കെ കാണും. അതുകൊണ്ട് തന്നെ അവർ വേറൊരു മെഡിക്കൽ കോളേജിൽ പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എനിവേ തൻസീറിൻ്റെ കൈ ശരിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത്രയും പ്രായമുള്ള കുട്ടിയൊന്നുമല്ല, കൊച്ചാണ്. അപ്പോഴത്തേക്കും വീണ്ടും ഈ സർജറി ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യമേ നവംബർ 15 ചെയ്യുന്നു, പിന്നീട് ഫെബ്രുവരി വീണ്ടും ചെയ്യുന്നു, പിന്നെ അത് ഇപ്പോഴും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സർജറി ചെയ്താലും കുട്ടികൾക്ക് ഭയങ്കര വേദന അനുഭവിക്കുകയാണ്. അപ്പോൾ അവരൊന്ന് കൃത്യമായിട്ട് നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ കുട്ടിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നാണ് അവരുടെ മാതാപിതാക്കൾ സംസാരിക്കുന്നത്. അപ്പം മാക്സിമം ഇങ്ങനത്തെയൊക്കെ കാര്യം ചെയ്യുമ്പം ഈ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസനീയമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിലും ഒരു ട്രസ്റ്റ് നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. കാരണം എക്സ്റേ എടുക്കണമെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിലും പുറത്ത് പോയി എടുത്ത് അവരുടെ പൈസ അവിടെയും മുടങ്ങുന്നുണ്ട്. എന്നാലും ചെറിയൊരു ആശ്വാസമുണ്ട് മെഡിക്കൽ കോളേജിൽ സാധാരണ ആൾക്കാർ പോകുമ്പോഴത്തേക്കും. സോ ആ ഒരു ട്രസ്റ്റ് ശരിക്കും ബ്രേക്ക് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.